സാമ ഒന്ന് നിർത്തടാ. അവനൊരു പാവ നാടകം. വാ ഒന്ന് ചായ കുടിക്ക്. എന്നടി അവനോട്. എടാ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അതിപ്പോൾ ഒരുപാടുണ്ടല്ലോ. എന്താ അത് പറ. എനിക്ക് ഈ തൂങ്ങി മരിക്കണോ? പോടാ. അല്ലേ എനിക്ക് മേളിൽ പോണോ? അതല്ല, എനിക്ക് ആവശ്യത്തിന് പൊക്കമല്ല. അതാ. ഓഹോ, എടാ തളത്തിൽ ദിനേശിന് വിമൽ സാറിലുണ്ടായ മോനെ. തളത്തിൽ ഗണേശനോ? അതാരാ? എടാ സാമെ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് ഒരു 5-5.5 അടി ഉയരത്തിലാണ് ഇപ്പോൾ നീ നിൽക്കുന്നത്. അതായത് ഒരു ശരാശരി മനുഷ്യൻ്റെ പൊക്കം. എടാ അത് കൂടുതൽ പൊക്കമൊന്നും ഉണ്ടായിട്ട് വലിയ കാര്യമില്ലടാ. നിനക്ക് മനസ്സിലായാൻ പറഞ്ഞത്? അല്ല നിനക്കിപ്പോൾ പെട്ടെന്ന് DIG നിനക്ക് മനസ്സിലായില്ലേ? എടാ ഇവന് ആകാശിനേക്കാളും പൊക്കം കുറവാന്ന്. അതാണ് പ്രശ്നം. അതാണ് തളത്തിൽ ദിനേശൻ എന്ന് പറഞ്ഞല്ലേ? എനിക്കത് മനസ്സിലായില്ല. ബെസ്റ്റ്. എടാ നിന്റെ തലയിലെ കുശുമ്പും അസൂയയും കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുക. അതിന് വേറെ മരുന്നൊന്നുമില്ല. എടാ ഇത് നിങ്ങക്ക് മനസ്സിലാവാത്തോണ്ടാണ്. അവൾക്ക് നല്ല മാറ്റമുണ്ട്. അതെ, അവൾക്ക് ആരൊക്കെ എവിടെയൊക്കെ നിർത്തണമെന്ന് നന്നായിട്ട് അറിയാം. നീ നിന്റെ പണി നോക്കി പോയടച്ചക്ക. എക്സാക്ട്ലി. എടാ അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ദിവ്യ നല്ല കറക്റ്റായിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് പ്രശ്നങ്ങളല്ലാണ്ട് വേറൊന്നും പറയാനില്ലേ? എടാ പൊട്ട, പ്രശ്നങ്ങൾ പറഞ്ഞാലല്ലേ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. എന്നാ പിന്നെ പറ. കാര്യം ശരിയാണ്, ദിവ്യ നല്ല സെൻസിബിൾ ആയിട്ടുള്ള കുട്ടിയാണ്, നമ്മുടെ സ്വന്തം കുട്ടിയാണ്. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല. നീ അവനെ കണ്ടല്ലേ? ഹൈറ്റിന് ഹൈറ്റ്, ലുക്കിന് ലുക്ക്, ക്യാഷിന് ക്യാഷ്. അതൊന്നും പോരാത്തതിന് നല്ല ശബ്ദം, അവളുമായിട്ട് കൊട്ടക്കണക്കിന് നൊസ്റ്റാൾജി. ഇതൊക്കെ മതി. എന്തിന് വളയ്ക്കാൻ. ആരെ പറ്റിയാടാ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദിവ്യ. അവളെ തന്നെ. ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യും? എടാ ഇടയ്ക്കിടയ്ക്ക് നീ അവളുടെ ഒരു റൊമാൻറ്റിക് ബോയ് ഫ്രണ്ടാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പെരുമാറണം, സട്ടിലായിട്ട്. എങ്ങനെ? അതൊക്കെ നിന്റെ ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണെന്ന് ചേച്ചി? എടാ എനിക്കൊന്നും ചെയ്ത വലിയ ശീലമില്ലടാ. ഒന്ന് പറഞ്ഞാ പ്ലീസ്. ഈ ടെഡി ബെയറൊക്കെ ഭയങ്കര ക്ലേശയല്ലേ? പോടാ, ടെഡി ബെയറിൽ തൊട്ട വിവരം അറിയും മോനെ. ഓൾഡ് ഐഡിയ ഇസ് ഗോൾഡ് ഐഡിയ, അത് മറക്കരുത്. എടാ നീ ഒരു കാര്യം ചെയ്യും, നീ നിങ്ങളുടെ പാർട്ടി സ്റ്റോറിൻ്റെ അഡ്രസ്സിലേക്ക് അവളുടെ പേരിൽ ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്യുക. എന്നിട്ട് നീ ഒന്നും അറിയാത്ത പോലെ സ്റ്റോറിൽ ചെന്ന് നിൽക്കുക. സ്റ്റോറിൽ വേറെ ആരും ഇല്ലാത്ത സമയത്ത് കൊറിയറായിട്ട് ഈ ഗിഫ്റ്റ് വരുന്നു. ദിവ്യ ആ പാർസൽ തുറക്കുന്നു. അതിനകത്ത് ഗിഫ്റ്റ് ഇരിപ്പുണ്ട്, കൂടെ നിന്റെ മെസ്സേജും. ഉസ്താദ് ഫ്ലാറ്റ്. എന്നിട്ട് ഇങ്ങനെ ചിരിക്കരുത്, അപ്പൊ തന്നെ ഡിവോഴ്സ് ചെയ്യും. മനസ്സിലായി? ഓ കൂട്ടത്തിൽ ഒരുത്തം മാത്രം നന്നായിട്ടിരുന്ന എങ്ങനെ ശരിയാവും? ഓക്കെ അടിപൊളി. ഇത് എവിടത്തെ ഏർപ്പാടാണോ? ഒരു മാസം മുമ്പ് ലിസ്റ്റ് ഇട്ട് തന്നല്ലേ ഞാൻ, അല്ലേ? എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്ക് സാധനം അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലേ? കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു സംഭവം. 2 ജൂനിയേഴ്സ് ഞാൻ ചോദിച്ചു, ഇവർ 2 ജൂനിയേഴ്സ്. എന്നിട്ട് ഞാൻ എന്റെ പിള്ളേരെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കാണിക്കുന്നത്? ജോഷി എന്തൊന്നും മിണ്ടാത്ത എന്തിപ്പ ശരിയാക്കി തരാന്ന്? ഒന്ന് പോയടോ കൺമുന്നിന്ന്. ഒരു പണി വാങ്ങിക്കൊണ്ട് എന്താ ചെയ്യാ? ഇക്ക അമരിപ്പോ ഒന്ന് പറയാ, പഴയ മോഡൽ ടൈപ്പ് റൈറ്റർ കിട്ടാനില്ല. എന്ത് പണിയാ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും. തന്റെ കുഴപ്പം ഇതൊക്കെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമായിരുന്നു. ചെയ്തതാണത്. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഷോർട്ട് ആകുമ്പോൾ എനിക്ക് സാധനം കിട്ടണം. മനസ്സിലായല്ലോ? ഞാൻ റെഡിയാക്കാം. നോക്കട്ടെ. ഇവിടെ തനിക്ക് ഷോർട്ടിന് ഇമ്പോർട്ടൻസ് അറിയത്തില്ലേ? അറിയാം. എന്നിട്ടാണോ 2 ദിവസം മുമ്പ് പ്രോപ്പർട്ടി ലിസ്റ്റ് കിട്ടിയപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ? അല്ല അവന്മാർ എന്നെ അറിയിച്ചില്ല. അത് ജയ, തനിക്ക് എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു എക്സ്ക്യൂസ്. ജീവൻ സാറിന് ജ്യൂസ് കിട്ടില്ല. മറ്റൊരിടത്തും പോകാൻ പറ. എടാ നീ ഇമാരി വള്ളിയൊന്നും പിടിക്കണ്ട, അതൊക്കെ പ്രൊഫഷണൽ പിള്ളേർ നോക്കിക്കോളും. ശരി ചേട്ടാ. എന്താടാ ദേഷ്യപ്പെട്ടില്ല, എങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ? പിന്നെ ദേഷ്യപ്പെടാണ്ടിരിക്കാൻ പറ്റിയ സമയം ചോദിക്കി. ഈ വിൻറ്റേജ് ടൈപ്പ് റൈറ്റർ ഞാൻ കൊണ്ടുവന്നാൽ മതിയോ? നിന്റെ ഉണ്ടോ? നോക്കട്ടെ. ഇത് മതിയല്ലോ. നിന്റെ ഉണ്ടോ? സാർ ചോദിക്കുന്നുണ്ടോ മനസ്സിലായോ? നിന്റെ ഫ്രണ്ടിന്റെയോ മറ്റാരുടെയും കയ്യിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് പിന്നെ കിട്ടില്ലെന്നോ മറ്റോ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള സോഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. ഇല്ല, ഇത് വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, സ്വന്തം സാധനം, പോയി എടുത്താൽ മാത്രം മതി. നീ പോയി എടുത്തിട്ടോ?
ഹാ ഓക്കെ ഉറപ്പാണല്ലോ അല്ലേ? ആ ഉറപ്പായിട്ടും ജയ റെഡിയാക്കി എടുത്തു തരട്ടെ ആ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്നെ സ്വഭാവം മാറാൻ പോകുന്നു. ഇല്ല എനിക്കറിയാം അവൻ്റെ കയ്യിൽ ഉണ്ടാവും എനിക്കറിയാം. കിട്ടിയാൽ മതി. ഹലോ സാർ. ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ സാർ. ഞാൻ വന്നിട്ട് ഓർഡർ ചെയ്തോളാം. ഓക്കെ സാർ. ഓക്കെ. ദിവ്യ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? വിളിച്ചു നോക്കാം. ഹലോ, ഇത് ദിവ്യയുടെ നമ്പറല്ലേ? അതേലോ. നിങ്ങളാരാ? നിങ്ങളാരാണ്? ഞാൻ ആകാശ്, ദിവ്യയുടെ ഫ്രണ്ടാണ്. നിങ്ങളാരാ? ഞാൻ ആരാണെന്നതിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ഓ സാം, ദിവ്യയുടെ പാർട്ട്ണർ. ദിവ്യ ഇല്ലേ അവിടെ? ദിവ്യ കുറച്ച് ബിസി ആണല്ലോ. അല്ല, ഫോണൊന്നും കൊടുക്കാവോ? ആൾക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു പിസ്സ ഓർഡർ ചെയ്തിരുന്നു. ഫുഡ് മേടിച്ചു കൊടുക്കാൻ നീ ആരാണ്? എല്ലാം മേടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ട് പൊക്കോണം. അല്ലാതെ പെട്ടാ നിരങ്ങാൻ നിന്റെ അമ്മായിയമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ? 5 മിനിറ്റ് കൂടുതൽ എന്നെ അവിടെ കണ്ടാൽ മുട്ട് കളയാൻ തരും. ഹലോ ഹലോ. ഹലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഓക്കെ സാം, ശരി. Vacílalo.